ഓം ശ്രീ മഹാഗണപതിയൈ നമഃ. ഓം ശ്രീ സരസ്വതിയൈ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഇന്ന് നമ്മൾ നാരായണീയം ദശകം 8 12 ശ്ലോകമാണ് പഠിക്കുന്നത്. നമുക്ക് ശ്ലോകം ചൊല്ലാം. സംഭുല്ലപത്രേ നിതരാം വിചിത്രേ തസ്മിൻ ഭവദ്വീര്യധൃതേ സരോജേ സപത്മജന്മാ വിധിരാവിരാസീത് സ്വയം പ്രബുദ്ധാഖിലവേദരാശി. കഴിഞ്ഞ ശ്ലോകത്തിൽ കാരണജലത്തിനുള്ളിൽ യോഗനിദ്രയിലായിരിക്കുന്ന ഭഗവാന്റെ നാഭിരന്ധ്രത്തിൽ നിന്നും ഉദ്ഭവിച്ച അത്ഭുതകരമായ ആ താമരമൊട്ട് കാരണജലത്തിലൂടെ ഉയർന്ന പുറത്തേക്ക് വന്നു. ആ താമരയുടെ പ്രഭ കൊണ്ട് കൂരിരുട്ടായിരുന്ന അവിടമെല്ലാം പ്രകാശമായി തീർന്നു എന്നാണ് പറഞ്ഞത്. ഇനി ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം നോക്കാം. സംഭുല്ലപത്രേ നിതരാം വിചിത്രേ തസ്മിൻ ഭവദ് വീര്യധൃതേ സരോജേ. സംഭുല്ലപത്രേ, സംഭുല്ല നന്നായി വിടർന്ന, പത്രേ ഇതളുകളും, നിതരാം വളരെയധികം, വിചിത്രേ വിചിത്രമായ അത്ഭുതകരമായതും, അതായത് ഇതളുകൾ നന്നായി വിടർന്നതും വളരെയധികം അത്ഭുതകരവും മനോഹരവുമായതും. തസ്മിൻ ഭവദ് വീര്യധൃതേ സരോജേ, തസ്മിൻ അങ്ങനെയുള്ള, ഭവദ് അങ്ങയുടെ, വീര്യധൃതേ വീര്യ യോഗശക്തി കൊണ്ട്, യോഗൈശ്വര്യം കൊണ്ട്, ധൃതേ ഉറപ്പിച്ചു നിർത്തപ്പെട്ടതും ആയ, സരോജേ ആ താമരപ്പൂവിൽ, അങ്ങയുടെ യോഗൈശ്വര്യങ്ങൾ കൊണ്ട് മാത്രം ജലത്തിൽ ഉറപ്പിച്ചു നിർത്തപ്പെട്ടതുമായ അങ്ങനെയുള്ള ആ താമരപ്പൂവിൽ, സപത്മജന്മാ വിധിരാവിരാസീത്. സപത്മജന്മ സഹ അങ്ങനെയുള്ള, പത്മജന്മ പത്മത്തിൽ നിന്നും ജന്മം കൊണ്ട, താമരയിൽ നിന്നും ജനിച്ച പത്മസംഭവനായ, വിധി ബ്രഹ്മാവ്, ആവിരാസീത് ആവിർഭവിച്ചു. ആ താമരപ്പൂവിൽ നിന്നും പത്മസംഭവനായ ബ്രഹ്മാവ് ആവിർഭവിച്ചു. സ്വയം പ്രബുദ്ധാഖില വേദരാശി, സ്വയം സ്വന്തമായി പ്രബുദ്ധ ഉണർത്തപ്പെട്ട അറിവുള്ളവനായ അഖില വേദരാശിയും, അഖില എല്ലാ വേദരാശി വേദശാസ്ത്രങ്ങളെയും, എല്ലാ വേദശാസ്ത്രങ്ങളെയും പറ്റി സ്വയം അറിവുള്ളവനായിരുന്നു ആ ബ്രഹ്മാവ്. ഇനി നമുക്ക് ഈ ശ്ലോകത്തിൻ്റെ ഒരുമിച്ചുള്ള അർത്ഥം ഒന്നുകൂടി പറയാം. ഇതളുകൾ നന്നായി വിടർന്ന് വളരെയധികം അത്ഭുതകരമായതും അവർണ്ണനീയമായതും ഭഗവാന്റെ യോഗൈശ്വര്യങ്ങൾ കൊണ്ട് മാത്രം ജലത്തിൽ ഉറപ്പിച്ചു നിർത്തപ്പെട്ടതുമായ ആ താമരപ്പൂവിൽ, അങ്ങനെയുള്ള പത്മസംഭവനായ ആ ബ്രഹ്മാവ്, ആവിരാസീത് ആവിർഭവിച്ചു അല്ലെങ്കിൽ ജന്മം കൊണ്ടു. സ്വയം പ്രബുദ്ധാഖില വേദരാശി ആ ബ്രഹ്മാവാകട്ടെ സ്വന്തമായി എല്ലാ വേദശാസ്ത്രങ്ങളെയും കുറിച്ച് അറിവുള്ളവനായിരുന്നു. ഇനി നമുക്ക് ശ്ലോകം ചൊല്ലാം. സംഭുല്ലപത്രേ നിതരാം വിചിത്രേ തസ്മിൻ ഭവദ്വീര്യധൃതേ സരോജേ സപത്മജന്മാ വിധിരാവിരാസീത് സ്വയം പ്രബുദ്ധാഖില വേദരാശി. ശ്ലോകം ഒന്നുകൂടി ചൊല്ലാം. സംഭുല്ലപത്രേ നിതരാം വിചിത്രേ തസ്മിൻ ഭവദ്വീര്യധൃതേ സരോജേ സപത്മജന്മാ വിധിരാവിരാസീത് സ്വയം പ്രബുദ്ധാഖില വേദരാശി. 13 ശ്ലോകവും അതിൻ്റെ അർത്ഥവും അടുത്ത വീഡിയോയിൽ ചെയ്യാം. ഓം സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ.